ലോകം തരാത്ത സന്തോഷവും സ്നേഹവും തന്ന് നിങ്ങളെ വീണ്ടും പിതാവിന്റെ അടുക്കിലേക്ക് നിർത്തുവാൻ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയും. ഞങ്ങൾ ഈ കവലകളിലും തെരുക്കോണിലും നിന്നിട്ട് ഞങ്ങൾ യേശുവിനെ പറയുന്നത് ഉള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ ഞങ്ങൾ യേശുവിനെ അറിയാതെ ജീവിച്ചവരാണ്. ഈ ലോകത്തിന്റെ സംഗതികളിൽ ഞങ്ങൾ ജീവിച്ചവരാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും കള്ളനും കഞ്ചാവിനും കരിഞ്ചുവാരയ്ക്കും ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ യഥേഷ്ടം ജീവിച്ചവരാണ്. അതെല്ലാം മായയായിരുന്നു, അതെല്ലാം താൽക്കാലികമായിരുന്നു. ഞങ്ങൾ നിത്യമായ ഒന്നിനെ കണ്ടപ്പോൾ നിത്യമായി ഞങ്ങൾക്ക് തരാൻ കഴിയുന്ന ഒരു സമാധാനം തരുന്ന യേശുവിനെയാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. യേശുവിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് മാറ്റിമറിക്കുവാൻ വേണ്ടി കഴിയുള്ളൂ. യേശുവിന് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തിൽ വ്യത്യാസം വരുത്തുവാൻ വേണ്ടി കഴിയുള്ളൂ. മനുഷ്യൻ എന്ത് സഹായിക്കുമെന്ന് പറഞ്ഞാലും, മനുഷ്യൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും അത് താൽക്കാലികമാണ്. ഞങ്ങൾ ഈ താൽക്കാലികത്തെ കുറിച്ചല്ല പറയുന്നത്, നമ്മൾ കാണാത്ത ഒരു നിത്യതയെ കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ ജീവിതം ക്ഷണിക നേരം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെടിയിൽ ഒരു പൂവ് ഹല്ലേലൂയ വിരിഞ്ഞു വന്നിട്ട് അത് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വാടി കൊഴിഞ്ഞു പോകുന്ന പോലെ, അതുപോലെ മനുഷ്യന്റെ ജീവിതം. ആ മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല, നമ്മൾ പ്രശംസിക്കാൻ പാടില്ല. ഈ കാണുന്നതെല്ലാം താൽക്കാലികമാണ്, മിഥ്യയാണ്. ഞങ്ങൾ പറയുന്ന നിത്യമായ ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ വീണ്ടും വരുവാൻ സമയമായി, അവന്റെ കാഹളം മദ്യവാനിൽ മുഴങ്ങുവാൻ സമയമായി, അവന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ വീണ്ടും രണ്ടാമത് ആകാശമണ്ഡലങ്ങളിൽ മേഘങ്ങളെ തേരാക്കി തന്റെ കോടാനുകൾ വിശുദ്ധന്മാരുമായി അല്ലെങ്കിൽ സ്വർഗീയ ദൂതന്മാരുമായി മദ്യവാനിൽ വരും. ഇന്നത്തെ രാജ്യങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലടിക്കുന്നുള്ള കാരണമെന്ന് ചോദിച്ചാൽ ബൈബിളിലെ പ്രവചനമാണ്. അത് സംഭവിച്ചേ മതിയാവുള്ളൂ, അതങ്ങനെയാകാനേ സാധ്യതയുള്ളൂ. ഞങ്ങൾക്ക് പറയുവാനുള്ളത് 2025 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ തിന്മയിൽ നിന്ന് അവരെ നന്മയിലേക്ക് നയിക്കാൻ ഈ ലോകത്തിൽ വന്ന മിശിഹ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയൊരു അധ്യായം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മാനസികമായി തളർന്നുപോയ വ്യക്തിയാണോ? നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത വ്യക്തിയാണോ? സമാധാനം നഷ്ടപ്പെട്ടു പോയ വ്യക്തിയാണോ? അതിനെ തിരികെ തരുവാൻ എന്റെ യേശുവിന് കഴിയും. അവൻ ലോകത്തിന്റെ രക്ഷിതാവ്. അവനാണ് മനുഷ്യന്റെ പാപത്തിന് ചുവന്നൊഴിച്ച ദിവ്യ കുഞ്ഞാട്. അവനിൽ മാത്രമേ നിത്യരക്ഷ നൽകുന്നുള്ളൂ, അവന് മാത്രമേ നിത്യ സമാധാനം നൽകാൻ പറ്റുള്ളൂ. നിങ്ങളുടെ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും കള്ളനും കരിഞ്ചുവാരയ്ക്കും അടിമയാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്ന മണ്ഡലമാണെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, രാത്രി സമാധാനമായി ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ നിൽക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നിട്ട് പറയാമോ, യേശുവേ എന്റെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ഒരു മാറ്റം തരുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ.